പോസ്റ്ററിൽ വെച്ച് കണ്ടില്ല. ഇപ്പം ഇതിലുണ്ട് പ്രൊമോഷനിൽ എല്ലാ വെള്ളിയാഴ്ചയും സിനിമ ഇറക്കി പൊട്ടിക്കുന്നതുകൊണ്ട് നെഗറ്റീവായിട്ട് സിനിമയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അസംഷൻ. നമ്മുടെ ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം നോർമലി ചെയ്യാത്ത ഒരു 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 പേസിലും അതിനൊരു താളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ചിലപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വിജയിക്കുന്നുണ്ടാവില്ല, ചിലത് പരാജയപ്പെടുന്നുണ്ടാവും. അത് അങ്ങനെ ഓർത്തുകൊണ്ടൊരു കാസ്റ്റിങ്ങിലോട്ട് പോയതല്ല. ഞങ്ങൾക്ക് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി. അത് ഒരുപക്ഷെ സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് തോന്നി ആ ക്യാരക്ടർ കൊടുത്ത്. അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം എനിക്കും അഭിലാഷമില്ല. അതൊരു വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ചർച്ച നടത്തുന്നത്. സീരിയസ് മാറ്റർ ആ വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പല കമന്റുകളും അതിനകത്ത് വരുന്നുണ്ടാവും. ചേട്ടാ, അവരോടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും. അല്ലാതെ ഇതാരും മനസ്സിന്ന് പറയുന്ന പോലെ അത് എന്തിട്ടാൽ പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടുമ്പോഴാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഈ ചോദ്യം ഇതുപോലെ ചോദ്യമാണ് ചോദിക്കുക. അപ്പൊ ധ്യാനിന്റെ ഫോട്ടോ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനിന്റെ പടം ഇറങ്ങുന്നു. അപ്പൊ ഇത് ആ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ വരുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമന്റ് അതിൽ കൊണ്ടിടും. ഒരുത്തരം അതിനകത്ത് പോയിട്ട് ധ്യാൻ നല്ല നടനാണ്, ധ്യാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയും ധ്യാൻ നല്ല നടൻ തന്നെയാണ്. ധ്യാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ധ്യാന്റെ സിനിമകൾ ശ്രദ്ധിക്കുന്ന ഹിറ്റുകൾ കൊണ്ടുവരും. എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഉറപ്പ് പറയുന്നു ധ്യാനോട് ഹിറ്റ് കൊണ്ടുവന്നിരിക്കും. അതിലൊരു സംശയം വേണ്ട. നിങ്ങൾ വിചാരിക്കും അയാള് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറകെ സിനിമ കമ്മിറ്റ് ചെയ്യാന്ന്. അയാൾക്ക് ഒരു ബുദ്ധിപൂർവ്വമല്ല. അയാൾ ഈ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത്, റിസൾട്ട് എന്താണെന്നുള്ളത്. ചിലപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അദ്ദേഹത്തിന്റെ. ഞാൻ ഈ 2 ദിവസം മുന്നേ ചെന്നൈ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് എൻജോയ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു, നീ തന്നെയാണോ ഈ പോസ്റ്റൊക്കെ ഇടുന്നത്, നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവാക്കി എടുത്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാന്റെ കേട്ട സബ്ജക്ട്, ഞാനൊരു 2 പ്രൊജക്ടിനെ പറ്റി എൻ്റെ അടുത്ത് തോന്നുന്നു. ആ 2 പ്രൊജക്ട് എനിക്ക് പ്രോമിസിംഗ് പ്രോജക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് 2 പ്രൊജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരിക്കും. കാരണം ധ്യാനൊരു ആർട്ടിസ്റ്റ്, ഞാൻ പറയുന്നു സർ റൈറ്റർ, ഞാൻ പറയുന്നു എനിക്കൊരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. സീരിയസ്ലി ധ്യാനം വെച്ചൊരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം അയാൾ എനിക്ക് ഇഷ്ടമാണ്, അയാൾ നല്ല നടൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റുകൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞാണ് അതിന്റെ ഉത്തരം. അറ്റൻഷൻ സീക്കേഴ്സ് ആണ് ഈ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത്. ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കൈയടി വാങ്ങിക്കുക, അത് അടിപൊളിയായി കളിയുക എന്നുകൊണ്ട് അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞ് ഈ വീഡിയോയുടെ താഴെ കാണും നീ ആരുടെ പറയാന്ന് ചോദിച്ചിട്ട് കുറെ പോസ്റ്റുകൾ. തീർച്ചയായിട്ടും. അപ്പൊ അത് ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കൈയടി കിട്ടും, ടെൻഷൻ കിട്ടുള്ള ചിന്തയാണ്. ഇതൊന്നും സ്റ്റേബിൾ അല്ല, അത്രേ ഉള്ളൂ. സംഗീത ചേച്ചി